ആകാശവാണി. സുഭാഷിതം കേൾക്കാം. അവതരിപ്പിക്കുന്നത് രാജീവ് ഇരിങ്ങാലക്കുട. 1950 ഏപ്രിൽ 14 രമണാശ്രമത്തിനടുത്ത് തൻ്റെ ഗൃഹത്തിനു മുന്നിൽ നിൽക്കുകയായിരുന്നു ഫ്രഞ്ച് ഫോട്ടോഗ്രാഫറായ എം കാർട്ടിയർ ബ്രാസൻ. അദ്ദേഹം ഒരു കാഴ്ച കണ്ടു. വളരെ പ്രകാശമാനമായ ഒരു കൊള്ളിമീൻ തെക്കുനിന്നും വടക്കോട്ടു നീങ്ങി അരുണാചലത്തിൻ്റെ കൊടുമുടിക്കു പിന്നിൽ അദൃശ്യമാകുന്ന കാഴ്ച. അദ്ദേഹം വാച്ച് നോക്കി. രാത്രി 8:47. ഭഗവാൻ രമണ മഹർഷി അന്ത്യശ്വാസം വലിച്ച അതേ സമയം. രമണ മഹർഷി ഏറെക്കാലം കഴിഞ്ഞിരുന്ന തിരുവണ്ണാമലയിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യ ശക്തി അനുഭവിച്ച സ്വദേശികളും വിദേശികളുമായി അനേകായിരങ്ങളുണ്ട്. മഹർഷി പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ യഥാർത്ഥ ഗുരു അറിവായ ആത്മാവല്ലാതെ മറ്റൊന്നുമല്ല. അതുകൊണ്ട് അതെവിടെയുമുണ്ട്. പ്രകൃതിക്ക് അതീതമായ ആത്മാവല്ലാതെ മറ്റെന്തെങ്കിലും ഒന്നാണ് താനെന്ന് അദ്ദേഹം ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ല. മനുഷ്യനായിരിക്കുക എന്ന പ്രകൃതിസിദ്ധമായ അത്ഭുതത്തിൻ്റെ ആകാരമായിരുന്നു ഭഗവാൻ രമണ മഹർഷി. ആത്മീയത എന്നത് കേവല അത്ഭുതങ്ങളുടെ ഇറങ്ങിവരലല്ലെന്ന് രവീന്ദ്രനാഥ ടാഗോറും മനുഷ്യനിൽ അന്തർലീനമായ പൂർണ്ണതയുടെ ആവിഷ്കാരമാണ് എന്ന് സ്വാമി വിവേകാനന്ദനും അരുളിയിട്ടുണ്ട്. രമണ മഹർഷിയുടെ കാര്യത്തിൽ ഇക്കാര്യം ചിന്തനീയമായിട്ടുള്ളതാണ്. മനുഷ്യരുടെ ഇടയിലെ മനുഷ്യനായി അരനൂറ്റാണ്ട് ജീവിച്ചു രമണ മഹർഷി. തമിഴ്നാട്ടിലെ തിരുച്ചുഴി എന്ന ഗ്രാമത്തിൽ ജനിച്ച വെങ്കടരമണൻ എന്ന ബാലൻ തിരുവണ്ണാമലയിൽ എത്തിയത് ആധുനിക മനുഷ്യന്റെ സാക്ഷാത്കാര പ്രേരണയ്ക്കു തന്നെ വഴിത്തിരിവുണ്ടാക്കിയ മഹാസംഭവമായി തീർന്നു. 1896 സെപ്റ്റംബർ 1 വെങ്കടരമണൻ അരുണാചലത്തിൽ എത്തിച്ചേർന്നത്. സ്മരണമാത്രേണ മോക്ഷം എന്നത്രേ അരുണാചലം അർത്ഥമാക്കുന്നത്. 1896 ജൂലൈ മാസം മധ്യത്തിൽ ശുക്ലപക്ഷത്തിലെ ഷഷ്ഠി ദിവസം വെങ്കടരമണൻ ഇളയച്ചൻ്റെ ഗൃഹത്തിലെ 1-ാം നിലയിൽ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് മരണഭയം മനസ്സിൽ ഇരച്ചുപൊന്തി. ഒരു സ്കൂൾ കുട്ടിയെ ഋഷിയാക്കി മാറ്റിയ മരണനാടകത്തെക്കുറിച്ച് മഹർഷി പിൽക്കാലത്ത് പറഞ്ഞു. മരണം മരിച്ചുപോയതിനാൽ മരിക്കുക എന്നത് പിന്നെ ഇല്ലാതായി. ആത്മലയം ആ നിമിഷം മുതൽ നിർവിഘ്നമായി തുടർന്നു. മരണദർശനം വെങ്കടരമണന്റെ ജീവിതത്തെയാകെ മാറ്റിമറിച്ചു. ഞാൻ ആര് എന്ന പ്രയോഗസുഗമമായ ആദർശം ലോകം മുഴുവൻ ക്ഷമിക്കുകയും ചെയ്തു. 1922 മെയ് 19 വൈശാഖമാസത്തിലെ ബഹുളനവമി ദിനത്തിൽ രമണ മഹർഷിയുടെ മാതാവ് അളഗമ്മ അന്തരിച്ചു. അന്ത്യസമയത്ത് ഭക്തന്മാർ അവരുടെ അടുത്തിരുന്ന് വേദമന്ത്രങ്ങളും രാമനാമവും ജപിക്കുന്നുണ്ടായിരുന്നു. മഹർഷി വലതുകൈ അമ്മയുടെ നെഞ്ചിലും ഇടതുകൈ തലയിലും വെച്ചുകൊണ്ട് അടുത്തു തന്നെ ഉണ്ടായിരുന്നു. ആ മഹതി മഹാസമാധി അടയുകയാണുണ്ടായത്. അതുകൊണ്ട് തന്നെ അവരുടെ മൃതദേഹം ദഹിപ്പിച്ചില്ല. പാലി തീർത്ഥത്തിനടുത്തുള്ള ഒരു കുന്നിൻ്റെ താഴ്വാരത്തിൽ സമാധിയിരുത്തി. കാശിയിൽ നിന്നും കൊണ്ടുവന്ന ഒരു ശിവലിംഗം അതിനു മുകളിൽ സ്ഥാപിക്കുകയും ചെയ്തു. അതിനു ചുറ്റുമായി ഉയർന്നു വന്ന ക്ഷേത്രത്തിലെ ഈശ്വരന്, മാതൃഭൂതേശ്വരന് സനാതനധർമ്മ പാരമ്പര്യപ്രകാരമുള്ള പൂജാദികൾ നടന്നു വരുന്നു. മാതൃത്വം എവിടെയും പരമമായ ആദരം അർഹിക്കുന്നു. മഹർഷിക്ക് തൻ്റെ പൗരാണിക മതവുമായുള്ള സുദൃഢ ബന്ധം മാതൃത്വത്തിൻ്റെ പേരിൽ സ്ഥാപിതമായ ഒരു ക്ഷേത്രം മുഖേന പ്രകടമായി തീർന്നു. മാർക്കണ്ഡേയ മഹർഷി വലിയ ശിവഭക്തനായിരുന്നുവല്ലോ. രമണൻ അരുണാചല ശിവന്റെയും. ആധുനിക കാലത്തെ മാർക്കണ്ഡേയ മഹർഷിയാണ് ഭഗവാൻ രമണ മഹർഷി. മരണത്തെപ്പോലും രമണമാക്കിയ മഹാത്മാവ്. 5000-ലേറെ വർഷം അഭംഗുരമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആത്മീയ സംസ്കാരത്തെ ജീവിച്ചു കാണിച്ചു തന്ന മഹാത്മാവ്. അതായിരുന്നു ഭഗവാൻ രമണ മഹർഷി. രാജീവ് ഇരിങ്ങാലക്കുട അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്.